എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 5:1 മുതൽ 4 വരെ. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരാഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതമാണ് ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കയ്യിൽ ഒരു ചുരുൾ ഉണ്ട്. യോഹന്നാൻ വരച്ചു കാട്ടുന്ന ദൃശ്യം എന്താണെന്ന് വിഭാവന ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പുസ്തക ചുരുൾ പിടിച്ച ഒരു കൈ പ്രവാചകന്റെ അടുത്തേക്ക് വന്നു ചുരുൾ വിടർത്തി കാണിക്കുന്ന ദർശനം വിവരിക്കുന്നുണ്ട്. യെഹെസ്കേൽ 2-ാം അധ്യായത്തിലാണ്. ഈ ദർശനം യോഹന്നാന്റെ ദർശനത്തിന് പ്രേരകമായി തീർന്നിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. പ്രാചീന ലോകത്തിൽ AD 2-ാം നൂറ്റാണ്ടിന് മുമ്പ് വരെ പുസ്തകങ്ങൾ ചുരുൾ രൂപത്തിൽ ആയിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. പപ്പൈറസ് കൊണ്ട് നിർമ്മിച്ച 15 അല്ലെങ്കിൽ 10 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയുമുള്ള താളുകളായിരുന്നു അവയെല്ലാം. കൂടുതൽ എഴുതേണ്ടി വരുന്ന സമയത്ത് ഷീറ്റുകൾ ഒട്ടിച്ചു ചേർത്ത് വലിപ്പം വർദ്ധിപ്പിക്കും. പിന്നീട് അത് ചുരുട്ടി ചുരുളുകളാക്കി സൂക്ഷിക്കും. 3 ഇഞ്ച് നീളമുള്ള കോളങ്ങളായിട്ടാണ് എഴുതിയിരുന്നത്. കോളങ്ങൾക്ക് മധ്യേ 1/4 ഇഞ്ച് ഇടവും മുകളിലും താഴെയും 1.5 ഇഞ്ച് ഇടവും എഴുതാതെ വിട്ടിരുന്നു. ഓരോ ചുരുളിൻ്റെയും ഒരറ്റത്ത് ഒരു ഉരുണ്ട തടി നീളത്തിൽ ഘടിപ്പിക്കും. ഇടത്തു നിന്ന് വലത്തോട്ട് ഓരോ കോളവും വായിക്കും തോറും ചുരുട്ടുകയായിരുന്നു പതിവ്. ഒരു പപ്പൈറസ് ചുരുളിൻ്റെ ഒരു പുറത്ത് അടങ്ങി നിൽക്കുന്ന ദൈർഘ്യമാണ് യോഹന്നാന്റെ 2-ാം ലേഖനവും 3-ാം ലേഖനവും ഒരുമിച്ച് ചേർത്താൽ ലഭിക്കുന്നത്. അതുപോലെ യൂദായുടെ ലേഖനവും ഫിലെമോന് എഴുതിയ ലേഖനവും പപ്പൈറസിൻ്റെ ഒരു താളിൽ ഒതുങ്ങുന്നതാണ്. റോമാലേഖനം മുഴുവൻ എഴുതുന്നതിന് 11.5 അടി നീളം വേണ്ടിവരും. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം മുഴുവനും എഴുതുന്നതിന് 19 അടി നീളം. അങ്ങനെ പപ്പൈറസ് ചെടികളിൽ നിന്ന് എടുക്കുന്ന അതുകൊണ്ട് നിർമ്മിക്കുന്ന ചുരുൾ. അപ്പോൾ അങ്ങനെയുള്ള ചുരുളുകൾ അന്നത്തെ വായനക്കാർക്ക് അറിയാവുന്നതും അവരുപയോഗിക്കുന്നതുമായിരുന്നു. ചുരുളിൽ 7 മുദ്രകൾ വച്ചിരുന്നു. ഒരു ചുരുൾ എഴുതി പൂർത്തിയാകുമ്പോൾ അതിൻ്റെ അറ്റം ചരടുകൊണ്ട് ബന്ധിച്ച് ആ ഭാഗത്ത് മുദ്ര വയ്ക്കുന്നതാണ് പതിവ്. 7 മുദ്രകൾ വയ്ക്കാറുള്ളത് ഇഷ്ടപത്രങ്ങൾ പോലെയുള്ള രേഖകൾക്കാണ്. റോമൻ നിയമം അനുസരിച്ച് ഒരു ഇഷ്ടപത്രത്തിന് 7 സാക്ഷികളും ഓരോ സാക്ഷിയുടെ മുദ്രയും ഉണ്ടായിരിക്കും. 7 സാക്ഷികളും കൂടെ ഒരുമിച്ച് ചേർന്നെങ്കിലേ ചുരുൾ പൊട്ടിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അത് പൊട്ടിക്കാനുള്ള അവകാശം അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടപത്രം അടങ്ങുന്ന ചുരുളാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. പ്രപഞ്ചത്തിൻ്റെ അന്ത്യത്തെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം അടങ്ങിയ ചുരുൾ, ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വീക്ഷണം എല്ലാം അടങ്ങിയിരിക്കുന്ന ചുരുൾ.
പരമരഹസ്യ രേഖ 7 മുദ്ര വെച്ച് സൂക്ഷിക്കുക അന്ന് പതിവായിരുന്നു. ദൈവത്തിൻ്റെ കയ്യിലിരുന്ന ചുരുൾ ദൈവമല്ലാതെ മറ്റാരും അറിയാൻ അനുവാദമില്ലാത്ത രഹസ്യമടങ്ങിയിരുന്നു. യേശുവിൻ്റെ കല്ലറ അടച്ച് 7 മുദ്രകൾ വച്ചിരുന്നുവെന്ന് പത്രോസിൻ്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന അപ്പോക്രിഫ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു, മുദ്ര പൊട്ടിക്കാൻ ആരാണുള്ളത്? കരുത്തനായ ഒരു ദൂതൻ. ഈ ദൂതൻ വെളിപാട് പുസ്തകം 10:1-ലും 18-ലും ഒക്കെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ശക്തിയാർന്ന ഒരു വെല്ലുവിളി കരുത്തുറ്റ ഒരു ദൂതനിൽ നിന്നാണ് പുറപ്പെടുന്നത്. ആ ശബ്ദം പ്രപഞ്ചം മുഴുവൻ പ്രതിധ്വനിക്കണമെന്നാണ് ഉദ്ദേശം. പുസ്തകത്തിൻ്റെ മുദ്ര പൊട്ടിപ്പാനും തുറക്കാനും ആർക്കാണ് കഴിയുക? സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴെയുമുള്ള ഒരു ജീവിക്കും അത് ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഇവിടെ പറയുന്നു, യോഹന്നാൻ വിങ്ങി പൊട്ടിക്കരഞ്ഞു എന്നാണ്. യോഹന്നാൻ കരഞ്ഞു, വിങ്ങി പൊട്ടിക്കരഞ്ഞു എന്നതാണ് മൂലഭാഷയിൽ. തൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ വ്യർത്ഥമായി പോയല്ലോ എന്ന് തോന്നിയിട്ടായിരിക്കാം യോഹന്നാൻ്റെ കരച്ചിൽ. ലോകാന്ത്യ സംഭവങ്ങളെയും ആത്യന്തിക യാഥാർത്ഥ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന രഹസ്യരേഖ തുറന്നില്ലെങ്കിൽ ഇതുവരെയും കണ്ട ദർശനമെല്ലാം അർത്ഥശൂന്യമായി വരും. താൻ കാത്തിരുന്നത് വൃഥാവായി പോകും. സഭകളോട് പറയാൻ അർത്ഥപൂർണമായ ദൂത് ഇല്ലാതെ പോകുമെന്നോർത്ത് യോഹന്നാൻ കരഞ്ഞു. വരുവാനുള്ള കാലങ്ങളിൽ സംഭവിക്കാനുള്ളതെല്ലാം ദൈവം തൻ്റെ പുസ്തകത്തിൽ മുൻകൂട്ടി എഴുതി വച്ചിട്ടുണ്ടെന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. ദൈവത്തിൻ്റെ കയ്യിലിരുന്ന ചുരുൾ അന്ത്യവിധിയുടെ പുസ്തകമാണ്. ഇവിടെ വെളിപ്പാട് പുസ്തകത്തെ പറ്റി ഒരു പ്രത്യേക കാര്യം നമ്മൾ ഓർക്കുമ്പോൾ, സ്വർഗീയ യാഥാർത്ഥ്യങ്ങൾ ദർശനരൂപത്തിലും കവിതാരൂപത്തിലും ആവിഷ്കരിച്ചിരിക്കുന്നത് അത് കേവലം ആശ്ചര്യമായി എടുക്കാൻ പാടുള്ളതല്ല. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എല്ലാം എഴുതിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയും ചെയ്യാൻ പോകുന്ന നന്മയോ തിന്മയോ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ലെന്നുമുള്ള മുൻ നിർണയ ഉപദേശ രൂപീകരണത്തിന് അത് ആധാരമല്ല എന്നത് ശ്രദ്ധേയമാണ്. മനുഷ്യനെ പറ്റിയും പ്രപഞ്ചത്തെ പറ്റിയും ദൈവത്തിന് നിർണായകമായ ഉദ്ദേശവും ലക്ഷ്യവുമുണ്ട്. ആ ഉദ്ദേശ നിവൃത്തിക്കും ലക്ഷ്യപ്രാപ്തിക്കും മതിയായ പദ്ധതിയും ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. ആ പദ്ധതി യേശുക്രിസ്തുവിലാണ് നിറവേറുന്നത്. ചരിത്രം പുരോഗമിക്കും തോറും ദൈവത്തിൻ്റെ പദ്ധതി പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. യോഹന്നാൻ കരഞ്ഞതിന് 2 കാരണങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്നാമത്തേത്, സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് വെളിപ്പാട് 4:1 ദൈവം യോഹന്നാന് കൊടുത്ത വാഗ്ദാനം ഇവിടെ പ്രസ്താവിച്ചതുപോലെ പരാജയപ്പെടാൻ പോകുന്നതായി ഒരുപക്ഷെ യോഹന്നാൻ വിചാരിച്ചിരിക്കാം. മുദ്ര പൊട്ടിക്കാനും പുസ്തകം തുറക്കാനും ആരുമില്ല. രണ്ടാമത്, ദൈവത്തിന് ഈ രഹസ്യം വിശ്വസിച്ച് ഭരമേൽപ്പിക്കത്തക്ക യാതൊരു ജീവിയും ഇല്ലല്ലോ എന്ന ഒരു ചിന്ത. ദൈവം തൻ്റെ രഹസ്യം തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തുന്നു എന്ന് ആമോസ് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് 3-ാം അധ്യായത്തിൽ. ഇപ്പോൾ ഇതിൻ്റെ രഹസ്യം അറിയാൻ ആരുമില്ലല്ലോ എന്ന് യോഹന്നാൻ ഓർത്തു. എന്നാൽ ഒരാളുണ്ടെന്ന് ദൂതൻ പറഞ്ഞപ്പോൾ യോഹന്നാൻ സന്തോഷിച്ചു. മുദ്ര പൊട്ടിക്കുവാനും പുസ്തകം തുറക്കുവാനും അധികാരമുള്ള ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇവിടെ ഒരു ദൈവിക സത്യം വെളിപ്പെടുന്നുണ്ട്. ദൈവിക വെളിപ്പാട് സ്വീകരിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്യാൻ യോഗ്യനായ ഒരു മനുഷ്യനെ ദൈവത്തിന് ലഭിക്കണം. ദൈവത്തോട് പ്രത്യുത്തരം പറയാൻ പ്രതികരണ ശേഷിയുള്ള മനുഷ്യനോട് മാത്രമേ ദൈവത്തിന് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ലോകത്തോട് പറയാൻ ദൈവം തമ്പുരാൻ കാലാകാലങ്ങളിൽ ആരെയെങ്കിലും ഒക്കെ ഉപയോഗിക്കും. ദൈവം ആഗ്രഹിക്കുന്നത് പറയുമ്പോഴാണ് അത് സുവിശേഷമാകുന്നത്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സന്ദേശമാകുന്നത്. ഹെറാൾഡ് എന്നൊരു വാക്കുണ്ട്. രാജാവിന് വേണ്ടി രാജാവിൻ്റെ സന്ദേശം ആ രാജ്യത്തെ പ്രഖ്യാപിക്കുന്ന ആളാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ഹെറാൾഡ് എന്നാണ് വിശേഷിപ്പിക്കുക. ഇന്ന് ലോകത്തിൽ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് ലോകത്തോട് പറയാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ഹെറാൾഡ്
ദൗത്യവാഹകരാണ്. പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ദൈവം ദാനമായി നൽകുകയും പുതിയ ദർശനങ്ങൾ രൂപപ്പെടുത്താൻ കർത്താവ് നമ്മെ ഇടയാക്കുകയും ചെയ്യുന്നു. ദൈവകരങ്ങളിലെ ആയുധങ്ങളായി, ഇണങ്ങിയ ആയുധങ്ങളായി ശോഭിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയല്ലോ. അവിടുത്തെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഹിതം ലോകത്തോട് പറയാനുള്ളത് അറിയിപ്പാൻ അവിടുത്തെ ദാസന്മാരെ തിരഞ്ഞെടുത്തിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. പ്രപഞ്ചത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയുമ്പോൾ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ അർത്ഥതലങ്ങൾ ഉണ്ടാകുന്നുവല്ലോ. ഏഴകളായ അടിയങ്ങൾ അവിടുത്തെ വചനത്തിൻ്റെ അർത്ഥവും ആഴവും ഗ്രഹിപ്പാൻ സ്വയമേ പരിജ്ഞാനമില്ലാത്തവരാണ്. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ അതിനെ ഉൾക്കൊള്ളാനുള്ള കൃപയും കരുത്തും ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത തിരുസാന്നിധ്യത്തിൻ്റെ നിറവിൽ ഞങ്ങളെ നയിക്കണമേ. ആലോചനക്കാരനായി കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ വർഷം ദാനമായി പ്രിയപ്പെട്ടവർക്ക് നൽകണമേ. യേശുമശീഹ മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.